ആധുനിക ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ സൈനിക അബദ്ധങ്ങളിലൊന്നായി ഭാവിയിലെ ചരിത്രകാരന്മാർ അടയാളപ്പെടുത്താൻ പോകുന്ന ഒരു യുദ്ധത്തിന്റെ നേർക്കാഴ്ചകളിലൂടെയാണ് ലോകം ഇപ്പോൾ കടന്നുപോകുന്നത്. വെറും 4 ആഴ്ചകൾ കൊണ്ട് അവസാനിപ്പിക്കാമെന്ന അമിതമായ ആത്മവിശ്വാസത്തോടെ അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി ഇറാനുമേൽ ആരംഭിച്ച സൈനിക നീക്കം ഇന്ന് 4 മാസത്തോടടുക്കുമ്പോൾ തികച്ചും അപ്രതീക്ഷിതമായ ഒരു ദിശയിലേക്കാണ് സഞ്ചരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയും അവരുടെ ഏറ്റവും വിശ്വസ്തരായ സഖ്യകക്ഷിയും ചേർന്ന് നടത്തിയിട്ടും ഇറാനുമേൽ ഒരു നിർണായക വിജയം നേടാൻ പോയിട്ട് സ്വന്തം സൈനിക താവളങ്ങൾക്ക് ചുറ്റും ഫലപ്രദമായ ഒരു പ്രതിരോധം തീർക്കാൻ പോലും അവർക്ക് സാധിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ആധുനിക സാങ്കേതിക വിദ്യയുടെയും സൈനിക ആധിപത്യത്തിന്റെയും പിൻബലത്തിൽ പശ്ചിമേഷ്യയുടെ ഭൂപടം മാറ്റിവരയ്ക്കാം എന്ന അമേരിക്കൻ മോഹങ്ങളാണ് ഇറാന്റെ പരുക്കൻ ഭൂപ്രകൃതിയിലും തന്ത്രപരമായ നീക്കങ്ങളിലും തട്ടിത്തകരുന്നത്. ഇസ്ലാമിക ഭരണം അവസാനിപ്പിച്ച് മുൻ രാജവംശമായ ഷാ പഹ്ലവിയുടെ പിൻഗാമികളെ വെച്ച് ഒരു പാശ്ചാത്യ അനുകൂല ജനാധിപത്യ സർക്കാർ സ്ഥാപിക്കാമെന്ന വാഗ്ദാനങ്ങൾ വെറും ജലരേഖയായി മാറിയിരിക്കുന്നു. ഈ യുദ്ധം അമേരിക്കയ്ക്കും ലോകത്തിനും നൽകുന്ന പാഠങ്ങൾ എന്തൊക്കെയാണെന്നും ഇറാന്റെ ഈ അപ്രതീക്ഷിതമായ ചെറുത്തുനിൽപ്പിന്റെ ഭൗമ രാഷ്ട്രീയ കാരണങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് വിശദമായൊന്ന് പരിശോധിക്കാം. യുദ്ധം ആരംഭിക്കുമ്പോൾ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ കണക്ക് കൂട്ടിയിരുന്നത് ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലെ അസംതൃപ്തികളെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാം എന്നതായിരുന്നു. വർഷങ്ങളായി തുടരുന്ന സാമ്പത്തിക ഉപരോധങ്ങളും ആഭ്യന്തര പ്രതിഷേധങ്ങളും ഇസ്ലാമിക ഭരണകൂടത്തെ ദുർബലപ്പെടുത്തിയിട്ടുണ്ടെന്നും ഒരു വിദേശ ആക്രമണമുണ്ടായാൽ ഇറാനിലെ സാധാരണ ജനങ്ങൾ സർക്കാരിനെതിരെ തിരിയുമെന്നും അവർ വിശ്വസിച്ചു. ഷാ പഹ്ലവിയുടെ കാലത്തെ പാശ്ചാത്യ അനുകൂല ഭരണത്തിലേക്ക് ഇറാനെ തിരികെ കൊണ്ടുപോകാം എന്നതായിരുന്നു പ്രഖ്യാപിത ലക്ഷ്യം. എന്നാൽ സംഭവിച്ചത് കൃത്യമായും ഇതിന്റെ നേർ വിപരീതമാണ്. ബാഹ്യമായ ഒരു ആക്രമണം ഉണ്ടായപ്പോൾ ആഭ്യന്തര ഭിന്നതകൾ മറന്ന് ഇറാനിയൻ ജനത ഒരു വലിയ ദേശീയ വികാരത്തിന് കീഴിൽ ഒന്നിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഈ ദേശീയ വികാരത്തെ ഏറ്റവും സമർത്ഥമായി ഉപയോഗിച്ചത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അഥവാ IRGC ആണ്. ആ ഭരണകൂടത്തിനെതിരെയുള്ള ജനങ്ങളുടെ അസംതൃപ്തിയെ രാജ്യസ്നേഹമെന്ന ഒറ്റ വികാരത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ അവർക്ക് കഴിഞ്ഞു. പാശ്ചാത്യ ശക്തികളുടെ കടന്നുകയറ്റത്തെ ചെറുക്കാൻ ഇറാനിലെ മിതവാദികളായ രാഷ്ട്രീയ നേതാക്കൾ പോലും IRGCക്ക് പൂർണ്ണ പിന്തുണ നൽകാൻ നിർബന്ധിതരായി. ഇന്ന് ഇറാന്റെ പൂർണ്ണമായ നിയന്ത്രണം IRGC ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് ലോകം കാണുന്നത്. സൈനികം, സാമ്പത്തികം, രാഷ്ട്രീയം തുടങ്ങി സമസ്ത മേഖലകളിലും അവരുടെ സ്വാധീനം അരക്കിട്ടുറപ്പിക്കാൻ ഈ യുദ്ധം അവരെ സഹായിച്ചു. വിഭജിച്ച് ഭരിക്കുക എന്ന അമേരിക്കൻ തന്ത്രം പരാജയപ്പെടുകയും ഇറാന്റെ ഇസ്ലാമിക ഭരണകൂടം മുൻപത്തേക്കാൾ ശക്തമായി വേരുറപ്പിക്കുകയുമാണ് ചെയ്തത്. ഒരു ജനാധിപത്യ വിപ്ലവത്തിന് പകരം കൂടുതൽ തീവ്രമായ ഒരു സൈനിക ഭരണത്തിലേക്കാണ് അമേരിക്കൻ ഇടപെടൽ ഇറാനെ തള്ളിവിട്ടത്. ഈ യുദ്ധത്തിൽ അമേരിക്ക നേരിട്ട ഏറ്റവും വലിയ തിരിച്ചടി കരയിലോ ആകാശത്തോ അല്ല, മറിച്ച് കടലിലായിരുന്നു. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ സ്ഥിര കേന്ദ്രമായ ഹോർമൂസ് കടലെടുക്ക് ഇറാൻ പൂർണ്ണമായും തങ്ങളുടെ നിയന്ത്രണത്തിലാക്കിയതോടെയാണ് യുദ്ധത്തിന്റെ ഗതി മാറിയത്. അറബിക്കടലിനെയും പേർഷ്യൻ ഗൾഫിനെയും ബന്ധിപ്പിക്കുന്ന ഈ ഇടുങ്ങിയ സമുദ്രപാതയിലൂടെയാണ് ലോകത്തെ മൊത്തം എണ്ണ വിതരണത്തിന്റെ വലിയൊരു ശതമാനം കടന്നുപോകുന്നത്. അമേരിക്കയുടെ കൂറ്റൻ വിമാനവാഹിനി കപ്പലുകളെ നേരിടാൻ ഇറാൻ ഉപയോഗിച്ചത് പരമ്പരാഗതമായ നാവിക സേനയെയല്ല, മറിച്ച് അസമത്വ യുദ്ധമുറകൾ, അതായത് അസിമെട്രിക് വാർഫെയർ എന്നറിയപ്പെടുന്ന അതീവ തന്ത്രപ്രധാനമായ രീതികളാണ്. ചെറിയ സ്പീഡ് ബോട്ടുകളുടെ കൂട്ടങ്ങൾ, റഡാറുകളുടെ കണ്ണുവെട്ടിക്കുന്ന ആധുനിക ഡ്രോണുകൾ, സമുദ്രത്തിനടിയിൽ വിതറിയ ആയിരക്കണക്കിന് മൈനുകൾ, തീരപ്രദേശങ്ങളിൽ ഒളിപ്പിച്ചു വെച്ച കപ്പൽ ഭേദ ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവ ഉപയോഗിച്ച് അവർ ഹോർമൂസിനെ ഒരു മരണക്കെണിയാക്കി മാറ്റി. ഇതിന്റെ പ്രത്യാഘാതം പശ്ചിമേഷ്യയിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. സ്വതന്ത്രമായി കപ്പലുകൾ സഞ്ചരിച്ചിരുന്ന ഈ പാതയടഞ്ഞതോടെ ആഗോള എണ്ണ വിതരണ ശൃംഖല പൂർണ്ണമായും തകർന്നു. ലോകമെമ്പാടും ഇന്ധനക്ഷാമം രൂക്ഷമാവുകയും പെട്രോൾ, ഡീസൽ വിലകൾ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിലേക്ക് കുതിക്കുകയും ചെയ്തു. യൂറോപ്പിലെയും ഏഷ്യയിലെയും വൻകിട വ്യാവസായിക രാജ്യങ്ങൾ ഊർജ്ജ പ്രതിസന്ധിയിലായി. അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം ആഗോള സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. തങ്ങളുടെ പക്കൽ വലിയ നാവിക വ്യൂഹങ്ങൾ ഇല്ലെങ്കിൽ കൂടി ലോകത്തിന്റെ സാമ്പത്തിക കഴുത്തിൽ പിടിമുറുക്കാൻ തങ്ങൾക്ക് സാധിക്കുമെന്ന് ഇറാൻ തങ്ങളുടെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം ഉപയോഗിച്ച് തെളിയിച്ചു. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം കേവലം ഒരു സൈനിക പരാജയം മാത്രമല്ല, സമാനതകളില്ലാത്ത ഒരു സാമ്പത്തിക ദുരന്തം കൂടിയാണ്. ശത്രുവിന്റെ കണ്ണിൽപ്പെടാതെ ആക്രമണം നടത്തുന്ന അത്യാധുനിക സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകളും കൃത്യതയാർന്ന സ്മാർട്ട് ബോംബുകളും അമേരിക്കയുടെ പക്കലുണ്ട് എന്നത് സത്യമാണ്. എന്നാൽ ഇറാൻ പ്രയോഗിച്ചത് തികച്ചും വ്യത്യസ്തമായ ഒരു തന്ത്രമാണ്. ഭൂമിക്കടിയിൽ മീറ്ററുകളോളം ആഴത്തിൽ പാറക്കെട്ടുകൾ തുരന്നു നിർമ്മിച്ച വലിയ തുരങ്കങ്ങളിലാണ് ഇറാന്റെ മിസൈൽ ശേഖരവും ആണവ കേന്ദ്രങ്ങളും സ്ഥിതി ചെയ്യുന്നത്. അമേരിക്കയുടെ ഏറ്റവും മികച്ച ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് പോലും ഈ സമുച്ചയങ്ങളെ പൂർണ്ണമായി നശിപ്പിക്കാൻ കഴിഞ്ഞില്ല. മാത്രമല്ല, കുറഞ്ഞ ചെലവിൽ നിർമ്മിച്ച ഇറാന്റെ ആയിരക്കണക്കിന് ചാവേർ ഡ്രോണുകളെയും മിസൈലുകളെയും തടയാൻ അമേരിക്കയ്ക്ക് കോടിക്കണക്കിന് ഡോളറുകൾ വിലമതിക്കുന്ന
വരുന്ന പാട്രിയറ്റ് പോലെയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിക്കേണ്ടി വന്നു. $10,000 മാത്രം വില വരുന്ന ഒരു ഡ്രോണിനെ വെടിവെച്ചിടാൻ $20 ലക്ഷം മിസൈൽ ഉപയോഗിക്കേണ്ടി വരുന്ന സാമ്പത്തിക അവസ്ഥ എത്രത്തോളം ഭയാനകമാണെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. യുദ്ധം 4 മാസം പിന്നിടുമ്പോൾ അമേരിക്കയുടെ സൈനിക ബജറ്റിൽ വലിയ വിള്ളലുകൾ വീണു തുടങ്ങിയിരിക്കുന്നു. കോടിക്കണക്കിന് ഡോളറിന്റെ യുദ്ധച്ചെലവ് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ വലിയ തോതിൽ ഉലയ്ക്കുകയാണ്. ആഭ്യന്തരമായി ഭരണകൂടത്തിനെതിരെ പ്രതിഷേധങ്ങൾ ശക്തമാവുകയും ചെയ്യുന്നു. എത്ര വലിയ സാങ്കേതിക വിദ്യ ഉണ്ടെങ്കിലും സ്വന്തം മണ്ണിൽ പൊരുതുന്ന, നഷ്ടപ്പെടാനൊന്നുമില്ലാത്ത ഒരു ശത്രുവിനെ കീഴടക്കുക എന്നത് അസാധ്യമാണെന്ന വിയറ്റ്നാം യുദ്ധത്തിലെ പാഠം അമേരിക്ക വീണ്ടും പഠിക്കുകയാണ്. എന്തുകൊണ്ടാണ് ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിക്ക് ഇറാനെ തകർക്കാൻ കഴിയാത്തത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഇതിനുള്ള പ്രധാന ഉത്തരം ഇറാന്റെ ഭൂമിശാസ്ത്രവും അവരുടെ സഖ്യങ്ങളുടെ ശൃംഖലയുമാണ്. ഇറാഖ് പോലെയോ അഫ്ഗാനിസ്ഥാൻ പോലെയോ അല്ല ഇറാൻ. വലിയ പർവ്വത നിരകളാൽ ചുറ്റപ്പെട്ട വിശാലമായ ഒരു രാജ്യമാണ്. ഒരു കരയുദ്ധം ഇറാന്റെ മണ്ണിൽ നടത്തുക എന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമാണ്. വ്യോമാക്രമണങ്ങൾ കൊണ്ട് മാത്രം ഒരു രാജ്യത്തെ കീഴടക്കാനാവില്ല എന്ന് ചരിത്രം പല തവണ തെളിയിച്ചിട്ടുള്ളതാണ്. മാത്രമല്ല, ഇറാൻ നേരിട്ട് മാത്രമല്ല ഈ യുദ്ധം ചെയ്യുന്നത്. പതിറ്റാണ്ടുകളായി അവർ പശ്ചിമേഷ്യയിലുടനീളം വളർത്തിയെടുത്ത പ്രതിരോധ അച്ചുതണ്ട്, അതായത് ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ്, ഈ യുദ്ധത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. ലബനനിലെ ഹിസ്ബുള്ള, യമനിലെ ഹൂതികൾ, ഇറാഖിലെയും സിറിയയിലെയും വിവിധ സായുധ ഗ്രൂപ്പുകൾ എന്നിവർ ഇസ്രയേലിനും മേഖലയിലെ അമേരിക്കൻ താവളങ്ങൾക്കും നേരെ നിരന്തരമായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു. ഇത് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ശ്രദ്ധയെയും വിഭവങ്ങളെയും പലയിടങ്ങളിലായി വിഭജിച്ചു. ഒന്നിലധികം മുൻനിരകളിൽ ഒരേ സമയം യുദ്ധം ചെയ്യാൻ ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളായ അയൺ ഡോമിനും ഡേവിഡ് സ്ലിങ്ങിനും കഴിയാതെ വന്നു. ശത്രുവിനെ അവരുടെ തട്ടകത്തിൽ നേരിടുന്നതിന് പകരം ശത്രുവിന്റെ സഖ്യകക്ഷികളെ കൊണ്ട് അവർക്ക് ചുറ്റും പ്രഹരമേൽപ്പിക്കുന്ന ഇറാന്റെ ബുദ്ധിപരമായ നീക്കമാണ് ഇവിടെ വിജയിച്ചത്. നിലവിലെ സാഹചര്യത്തിൽ തടി രക്ഷിക്കാൻ ഇറാനുമായി എന്തെങ്കിലും ഒരു നയതന്ത്ര കരാറിൽ ഏർപ്പെടുക എന്നത് മാത്രമാണ് അമേരിക്കയുടെ മുന്നിലുള്ള ഏക പോംവഴി. ആഗോള സാമ്പത്തിക തകർച്ചയും സഖ്യകക്ഷികളുടെ സമ്മർദ്ദവും അമേരിക്കയെ അതിലേക്ക് നിർബന്ധിതരാക്കുന്നുണ്ട്. എന്നാൽ ഈ യുദ്ധം അവസാനിക്കുമ്പോൾ ലോകം കാണാൻ പോകുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു പശ്ചിമേഷ്യയായിരിക്കും. അമേരിക്കയെയും ഇസ്രായേലിനെയും നേരിട്ട് യുദ്ധം ചെയ്ത് പ്രതിരോധിക്കാൻ കഴിഞ്ഞു എന്നത് ഇറാന്റെ ആത്മവിശ്വാസം വാനോളം ഉയർത്തും. അമേരിക്കൻ സൈനിക ഭീഷണി എന്ന വലിയ ഭയത്തെ അവർ അതിജീവിച്ചു കഴിഞ്ഞു. ഇങ്ങനെ പോയാൽ ഇറാൻ പശ്ചിമേഷ്യയുടെ അനിഷേധ്യ ശക്തിയായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള അറബ് ലോകം ഈ മാറ്റത്തെ വലിയ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. അമേരിക്കയുടെ സുരക്ഷാ കുടയ്ക്ക് കീഴിൽ കഴിഞ്ഞിരുന്ന അവർക്ക് അമേരിക്കയ്ക്ക് തന്നെ ഇറാനെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന തിരിച്ചറിവ് അമ്പരപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് മേഖലയിലെ നയതന്ത്ര ബന്ധങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. പല രാജ്യങ്ങളും ഇറാനുമായി രമ്യതയിൽ പോകാൻ നിർബന്ധിതരാകും. അമേരിക്കയുടെ സൈനിക അപ്രമാദിത്വത്തിന് പശ്ചിമേഷ്യയിൽ വലിയൊരു പോറൽ വീണിരിക്കുന്നു. കേവലം ബോംബുകളുടെയും മിസൈലുകളുടെയും കണക്കുകൾ മാത്രം വെച്ച് ഇന്നത്തെ ലോകത്ത് ഒരു യുദ്ധം വിജയിക്കാനാവില്ലെന്നും ഭൂമിശാസ്ത്രവും തന്ത്രങ്ങളും സാമ്പത്തിക യുദ്ധമുറകളുമാണ് ആത്യന്തികമായ വിജയപരാജയങ്ങൾ തീരുമാനിക്കുന്നതെന്നും ഈ യുദ്ധം ലോകത്തെ പഠിപ്പിക്കുന്നു. സാമ്രാജ്യത്വത്തിന്റെ അഹങ്കാരത്തിന് മേൽ ഇറാന്റെ തന്ത്രപരമായ ചെറുത്തുനിൽപ്പ് നേടുന്ന ഈ വിജയം വരും നാളുകളിൽ ലോകക്രമത്തെ തന്നെ തിരുത്തി എഴുതാൻ പോകുന്നത്ര ശക്തമായ ഒന്ന് തന്നെയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.